ഹലോ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഞാനൊരു 850 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയ പീസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം ഒരു മുക്കാൽ മണിക്കൂറോളം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ. ഇതിന് വേണമെങ്കിൽ എല്ലില്ലാത്ത പീസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഹോൾ ചിക്കനായിട്ടുള്ള ഇതിനെ കട്ട് ചെയ്തെടുത്തതാണ്. നമുക്ക് എല്ലാ പീസുകളും ഉണ്ട്. ഇനി അതിലേക്ക് ഒരു 2 സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി, ഒരു 6 പച്ചമുളകും, ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയിലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് കാഷ്യൂസ് ഒരു ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാരിനേറ്റ് സമയം ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഈ ഫുള്ള് ഐറ്റംസും അരച്ചത് ഇടാം. പിന്നെ അതിലേക്ക് ഇടുന്നത് കുറച്ച് കട്ട തൈരാണ്. പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. ഒരു 4-5 ടേബിൾ സ്പൂൺ വരെ നമ്മൾ തൈര് ഒഴിക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ്. പിന്നെ 1.5 ടീസ്പൂൺ അടുത്തുണ്ടാവും കുരുമുളക് പൊടി. പിന്നെ കസൂരി മേത്തി ഒന്ന് ചൂടാക്കി പൊടിച്ചതാണ്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാഷ്യൂ അരച്ചത് ഒരു 4 ടീസ്പൂൺ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളത് കൈവച്ച് നന്നായി മിക്സാക്കി കൊടുക്കണം. ഇതിൻ്റെ മിക്സിങ്ങും ഈ മാരിനേഷൻ ഇരിക്കുന്ന ടൈമുമാണ് ഈ ചിക്കന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ നന്നായി അത് ഫുള്ള് അതിലേക്ക് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. ഇതിനൊരു ക്രീമി ടെക്സ്ചറാണ്. അപ്പോൾ അത് നന്നായി മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു 2-3 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ചൂടാക്കി ഒഴിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് ഈ മിക്സിയിൽ നിന്ന് ആ ക്രീമി ആയിട്ടുള്ള മിക്സറൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് നമ്മൾ അതിലേക്കൊന്ന് നിരത്തി വെക്കാം. ഒരു ഷാലോ ഫ്രൈ ചെയ്യണം ഈ ചിക്കൻ. അതിനുവേണ്ടി നമ്മൾ ഓരോന്നായിട്ട് അതിലേക്ക് നിരത്തി വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ചിക്കൻ ഒരുവിധം ഒന്ന് നിരത്തി വെക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. അതാ ചിക്കൻ ഏതാണ്ട് 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. മുഴുവൻ നന്നായി മുരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ആ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്ന ആ പാത്രത്തിലെ മിക്സ് കംപ്ലീറ്റ് അതിലേക്ക് ഒഴിച്ചു. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ആ മിക്സ് കംപ്ലീറ്റ് അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അത് ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്ത് ഒരു 20 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് ചിക്കൻ വേവിച്ചെടുക്കണം. ഈ സമയം നിങ്ങൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മളിനി അടുത്തത് കാഷ്യൂം ഒരു 4 ടീസ്പൂൺ കാഷ്യൂം ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടി മിക്സാക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് അതിലേക്കിനി കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കസൂരി മേത്തി, 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് അടച്ച് വെക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മോക്ക് ഇടാവുന്നതാണ്. ചെറിയ പാത്രത്തിൽ ഒരു ചെറിയ കനൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിൽ വെച്ച് സ്മോക്ക് ഇടാവുന്ന അടച്ച് വെച്ചിട്ട്. അപ്പോൾ നമ്മളൊരു അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ തുറന്ന് നന്നായി മിക്സാക്കിയിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ ഈ അഫ്ഗാനി ചിക്കൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ, നാനിൻ്റെ കൂടെ, റൊട്ടിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.